21 ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ബാർ ഉടമകളുടെ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു എന്നുള്ള വിവരം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത്, ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ശ്രീ PC ജോർജ് പറഞ്ഞത് 8 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ കൂട്ടിയ ബാറുകളുടെ എണ്ണമാണ്. ഇപ്പോൾ 801 ബാറുകളായി ഉയർന്നിരിക്കുന്ന സാഹചര്യം. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ളൊരു തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ വരുമാനം കൂട്ടുന്നതിന്റെ ആ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇങ്ങനെയാണോ വരുമാനം കൂട്ടേണ്ടത്? ആരോഗ്യകരമായ പദ്ധതികൾ വേറെ ഇല്ലേ എന്നുള്ളതാണ്. ലക്ഷ്മി, UDF സർക്കാർ അധികാരത്തിൽ ഒഴിയുന്ന സമയത്ത് സംസ്ഥാനത്ത് 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 800 മുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അന്ന് ആ സമയത്ത് മദ്യനയത്തെ പറ്റി വളരെ രീതിയിൽ വ്യാപകമായി, അതായത് മദ്യവർജനം എന്ന രീതിയിൽ വർജനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ അജണ്ട എന്ന രീതിയിൽ വളരെ വ്യാപകമായി പരസ്യങ്ങൾ ഇറക്കുകയും സിനിമാ താരങ്ങളെ കൊണ്ടടക്കം പരസ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെയൊക്കെ അധികാരത്തിലേറിയ ഒരു സർക്കാർ കൂടിയാണ് പിണറായി സർക്കാർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ സർക്കാരിന്റെ ഭാഗത്താണ് പിന്നീട് മദ്യവർജനം എന്നത്. ആ മദ്യവർജനമേ ഉപേക്ഷിച്ചുകൊണ്ട് മദ്യവ്യാപനം എന്ന നിലയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനം മുഴുവനും ബാറുകൾ തുറക്കുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ IT മേഖലകളിലടക്കം ഇത്തരത്തിൽ IT പാർക്കുകളിലടക്കം ഇത്തരത്തിൽ മദ്യവ്യാപനവുമായി ബന്ധപ്പെട്ട് ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും, സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളിലടക്കം ഈ മദ്യവ്യാപനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ നീങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം ബാർ ഉടമ ഈ ബാർക്കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മദ്യനയം മാറ്റുന്നതിനെ കുറിച്ച്, മദ്യനയത്തിൽ ഇളവുകൾ വരുത്തുന്നതിൽ നിന്ന് സർക്കാർ തൽക്കാലം പിന്മാറിയേക്കും എന്നൊരു സൂചനകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ബാർ ഉടമകളും ഇത് നിഷേധിച്ചുകൊണ്ട്, ഒപ്പം തന്നെ സർക്കാരും ഇത് നിഷേധിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അത് നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്ന് തന്നെ വേണം നമുക്ക് സംശയിക്കാൻ. തീർച്ചയായും ഇത് മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ പത്രവാർത്തകൾ, കേവലം പത്രവാർത്തകൾ എന്ന് തന്നെയാണ് MP രാജേഷ്, എക്സൈസ് മന്ത്രി, അന്ന് തന്നെ പറഞ്ഞത്. ഈ വിവാദം ഉരുത്തിരിഞ്ഞു വന്ന അതേ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്ന നഖശികാന്തം എതിർത്തുകൊണ്ട് എക്സൈസ് മന്ത്രി തന്നെ പറയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസും ഈ വിഷയത്തെ എതിർത്ത് സംസാരിക്കുകയുണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ളൊരു നയമേ ഇല്ല, അത്തരത്തിലുള്ള അജണ്ടകളേ ഇല്ല. ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പോലും നടക്കുന്നില്ല. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുവിധ നീക്കങ്ങൾ നടക്കുന്നില്ല. ഡ്രൈ ഡേ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഇത്തരത്തിൽ യാതൊരുവിധ നീക്കങ്ങളും നടക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്? അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അജണ്ട കൊണ്ട് പ്രേരിതമായി നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതടക്കമാണ് ഈ രണ്ട് മന്ത്രിമാരും, എക്സൈസ് മന്ത്രി MP രാജേഷും അതുപോലെ തന്നെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും അടിവരയിട്ട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇവരുടെ ഈ വിശദീകരണത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ രേഖകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതായത് വ്യക്തമായി തന്നെ ആ രേഖയിൽ പറയുന്നുണ്ട്, പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കാണ് വിളിക്കുന്നതെന്ന് വ്യക്തമായി ആ രേഖകളിൽ പറയുന്നുണ്ട്. ടൂറിസം വകുപ്പിന്റെ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നത് 21-ാം തീയതിയാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ഈ ബാർ ഉടമകളടക്കം പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയം. ഈ ബാർ ഉടമകളടക്കം പങ്കെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്തു വരിക. അതെ, അനുമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്ന യോഗത്തിൽ ചർച്ചയായ കാര്യങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഓഡിയോ സന്ദേശത്തിലും പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ പണപ്പിരിവ് നടത്തുന്നതടക്കം ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം സംഘടന അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വരുന്നു. അനുമോൻ സംഘടന പറഞ്ഞതാണ് ശരി, താൻ പറഞ്ഞത് കെട്ടിടം പണിയാനുള്ള പണപ്പിരിവിനെ കുറിച്ചാണ് എന്ന് പറയുന്നു. പ്രശാന്ത്, ഈ മുന്നണി തലത്തിൽ ഈ മദ്യനയത്തിൽ ഇളവുകൾ വരുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു എന്ന് നമുക്കറിയില്ല. പ്രാഥമിക തലത്തിലൊക്കെ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകും. എന്തായാലും ജൂൺ പകുതിയോടെ ബാർ ഉടമകളുടെ സംഘടനകളുമായും മദ്യവിതരണ കമ്പനികളുമായൊക്കെ ചർച്ച നടത്താനിരുന്നതാണ്. അതിനുശേഷം മുന്നണിതല ചർച്ച എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് നോക്കി കാണേണ്ടത് ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ അത് നടത്തുമോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതോ ഈ ക്യാപ്സൂളുകളൊക്കെ ഇറക്കിക്കൊണ്ട് ഇവരുടെ തീരുമാനം പതുക്കെ അങ്ങ് നടപ്പാക്കാനുള്ള തീരുമാനമാണോ എന്നുള്ളതാണ്, നീക്കമായിരിക്കുമോ എന്നുള്ളതാണ്.
ഈ വിവാദ വെളിപ്പെടുത്തലിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പത്രസമ്മേളനത്തിലും വ്യക്തമായൊരു ഉത്തരം അദ്ദേഹം ഈ വിഷയത്തിൽ കുറിച്ച് പ്രതികരിക്കുവാൻ തയ്യാറായതുമില്ല. ഇടതുപക്ഷ മുന്നണിയിലടക്കം ഇതിൽ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം എന്നത് ഇടതുപക്ഷ മുന്നണിയുടേതായിട്ടുള്ള പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. എന്താണ് ഇതിൽ മുന്നണി സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്നതടക്കം അത്തരത്തിൽ ഇതുവരെ അത്തരത്തിലൊരു വിശദീകരണം പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും അത്തരത്തിൽ ഇതിനെ എതിർക്കാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. എന്തായാലും ഈ സർക്കാരിന്റെ ഈ നയത്തെ അംഗീകരിച്ചു കൊണ്ടുപോകാൻ തന്നെയായിരിക്കും തീരുമാനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു ചർച്ച, പ്രാഥമികമായ ഒരു ചർച്ച ഇതിൽ മുന്നണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ പാർട്ടിയും ആയും ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എന്തായാലും പിണറായി സർക്കാരിന് കടക്കാൻ കഴിയൂ. CPM കടക്കാൻ പോയോ അത് അവരുടെ ഒരു പൊതു രീതി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.